രാഷ്ട്രീയ കേരളം സജീവമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ബന്ധുനിയമന വിവാദം CPM എന്ന പാർട്ടിക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ വിഷയത്തെ, ഈ സങ്കീർണമായ രാഷ്ട്രീയ വിഷയത്തെ CPMലെ മുതിർന്ന നേതാക്കൾ നോക്കിക്കാണുന്നത്? വ്യൂ പോയിന്റിൽ ഇന്ന് എൻ്റെ അതിഥി ശ്രീ M. ലോറൻസ് ആണ്. സഖാവേ, വെൽക്കം ടു ദ ഷോ. ശ്രീ M. ലോറൻസ്, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഒരു തരത്തിലുള്ള സ്വജനപക്ഷപാതമോ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതങ്ങളോ ഇല്ലാതെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു സർക്കാരായിരിക്കും ഈ ഇടതുപക്ഷ സർക്കാർ എന്ന വാക്കാണ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിന് നൽകിയത്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതല്ലേ EP ജയരാജൻ്റെ ബന്ധു നിയമന വിവാദത്തെ നിന്നും വ്യക്തമാകുന്നത്? എങ്ങനെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഈ കാര്യങ്ങളെ താങ്കൾ കാണുന്നത്? പിണറായി വിജയൻ എന്ന് നടത്തിയ പ്രസ്താവന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്കുള്ള ദൃഢമായ വീക്ഷണമാണ്, നിലപാടാണ്. അതിപ്പോഴും പ്രസക്തമാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ സംഭവം അതിനൊരു അപവാദമായി തീർന്നു എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇത് പാർട്ടിക്ക് സംഭവിച്ചൊന്നല്ല, പാർട്ടിയുടെ നയത്തിൽ വന്ന ഒരു വീഴ്ചയല്ല, നടപ്പിലാക്കുന്ന ചില വ്യക്തികൾക്ക് വരുന്ന വീഴ്ചയുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി. അപഭ്രംശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്തും, അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉറപ്പുണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയാണ്. തെറ്റ് പറ്റിയിട്ടില്ലാത്തൊരു പാർട്ടിയല്ല. തെറ്റ് പഴയ കാലത്തും പറ്റിയിട്ടുണ്ട്. ഒന്നായിരുന്ന പാർട്ടിയും തെറ്റ് പറ്റിയിട്ടുണ്ട്. പാർട്ടി രണ്ടായതിനു ശേഷം CPIM തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇൻ്റർനാഷണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഈ അപഭ്രംശമോ പ്രമാദമോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ശ്രീ M. ലോറൻസ്, താങ്കൾ ഈ നിരത്തിയ വാദങ്ങൾ യുക്തിഭദ്രമാണ്, പക്ഷേ എത്രത്തോളം വസ്തുതാപരമാണ്? പിണറായി വിജയനുമായുള്ള EP ജയരാജൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ അടുപ്പം EP ജയരാജൻ എന്ന രാഷ്ട്രീയ വ്യക്തിയുടെ മേൽവിലാസമായി മാറിയിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് കണ്ണൂരിൽ എത്രത്തോളം ആ നേതാക്കൾക്കിടയിൽ എത്രത്തോളം ഐക്യമുണ്ട് എന്നതും പിണറായി വിജയൻ അറിയാതെ, അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്യാതെ, അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ, അദ്ദേഹത്തിൻ്റെ അംഗീകാരമില്ലാതെ ഇതുപോലെയുള്ള നിയമനങ്ങൾ നടക്കും എന്ന് ഒരു മുതിർന്ന നേതാവായ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി നിലയ്ക്ക് എല്ലാത്തിലും ഇടപെടാൻ കഴിയില്ല. എല്ലാം താൻ അറിഞ്ഞിട്ടേ നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ, നിർബന്ധിക്കാൻ സാധിക്കുമില്ല. ആ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ചില ആളുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ആ രൂപത്തിലുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കുമായിരുന്നില്ല. സെക്രട്ടേറിയറ്റിലോ ഒക്കെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമല്ല, അല്ലാതെ വിധത്തിൽ കൈകാര്യം ചെയ്യാവുന്ന വിഷയമാണ്. അതാണല്ലോ സംഭവിച്ചത്. താങ്കൾ ഈ പറഞ്ഞ ബന്ധു നിയമന വിവാദം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയാണെങ്കിലും ഇതുപോലെ ഈ പറയുന്ന രീതിയിൽ സ്വജനപക്ഷപാതമില്ലാതെ എല്ലാവരുടെയും സർക്കാരായി ഞങ്ങൾ വരും എന്ന വാക്ക് EP ജയരാജനും കൂടി അദ്ദേഹം കൂടി ഇത് നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഇതെല്ലാം വ്യക്തമായി അറിയുന്ന മന്ത്രിസഭയിലെ രണ്ടാമനായ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന EP ജയരാജൻ ഇതുപോലെ സ്വന്തം ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും വേണ്ടി സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ കരുതിയിട്ടുണ്ടാകില്ലേ, ഇത് ഏതെങ്കിലും നിലയ്ക്കൊരു വിവാദമായി ഉയർന്നു വന്നാലും ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ പറഞ്ഞു ധരിപ്പിക്കാം, അതല്ലെങ്കിൽ അതെല്ലാം പറഞ്ഞു ധരിപ്പിക്കാൻ കഴിയുന്ന സ്വാധീനം മുഖ്യമന്ത്രിയുടെ മേൽ എനിക്കുണ്ട്, ആ തരത്തിൽ ഒരു പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ കണ്ണൂരിലെ CPM നേതാക്കളിൽ നിന്ന് തനിക്ക് കിട്ടും എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി കാണില്ലേ? കണ്ണൂരിൽ ഉള്ള ഒരു സവിശേഷമായ സാഹചര്യമല്ലേ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി? ഈ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് 2 പ്രാവശ്യമോ മറ്റോ ഇതിനിടയ്ക്ക് സംസാരിച്ചു, ദീർഘമായ സംഭാഷണം ഉണ്ടായി എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ഇ.പി. ജയരാജൻ പാർട്ടി സെക്രട്ടറിയെ കണ്ട് സംസാരിക്കുക, ദീർഘമായി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയമല്ലാതെ കൊണ്ട് വേറെ വിഷയമാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ ചർച്ചയിൽ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറി നിലയ്ക്ക് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കാനിടയുണ്ട് ഈ രൂപത്തിൽ അധികാരത്തിൽ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം. അത് സ്വീകരിച്ച് കാണുമെന്നും ഞാൻ ഊഹിക്കുന്നു. ഇവിടെ ഈ സ്റ്റേറ്റ് നേതൃത്വം മാത്രമല്ല, കേന്ദ്ര നേതൃത്വവും ഈ രൂപത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞെന്നും പത്രങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രമാത്രം എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഗവൺമെൻറ് നിലനിൽക്കുക, ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പരിപാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ആ രൂപത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിലുണ്ട്, പാർട്ടി സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഇടയിലുണ്ട്, ഇടതുപക്ഷം ശക്തി ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടാവും. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് KM മാണിക്കും ആ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് ആ മന്ത്രിസഭയിൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്വമുണ്ടെന്നാണ്. ഏത് മന്ത്രിസഭയ്ക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. പക്ഷേ ശ്രീ MM ലോറൻസ്, താങ്കളെപ്പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവ് പറയുന്നു, ഇവിടെ E.P. ജയരാജൻ്റെ മേൽ ഇങ്ങനെ കയ്യോടെ പിടിക്കപ്പെടുന്ന രീതിയിൽ ആരോപണങ്ങളല്ല, കയ്യോടെ പിടിക്കപ്പെടുന്ന രീതിയിൽ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും താങ്കൾ പറയുന്നു അത് വ്യക്തിയുടെ അപഭ്രംശമാണെന്ന്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് സമ്മതിക്കാൻ താങ്കൾ മടിക്കുന്നത്? കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം, മാണിയുടെയും ബാബുവിൻ്റെയൊക്കെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എത്രമാത്രം ശക്തിയായിട്ടാണ് അവർ നിരപരാധികളാണ്, ഒരു തെളിവുമില്ല, എനിക്ക് തീർത്ത് പറയാൻ കഴിയും. എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും പറഞ്ഞു. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞോ? ഇവിടെ വേറെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂട്ടുത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യം ശരിയാണെങ്കിലും ആ കൂട്ടുത്തരവാദിത്വം ശരിക്കും പ്രയോഗത്തിൽ വരുമ്പോൾ ഒന്നിച്ചു കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണത്. ഇതിലൊന്നിലും പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇതെല്ലാം E.P. ജയരാജൻ എന്ന വ്യക്തിയുടെ അപഭ്രംശത്തിൻ്റെ ഭാഗമായി, അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രം നടന്ന നിയമനമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ? ഇതെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. E.P. ജയരാജൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കാര്യത്തിൽ ഉത്തരവാദിത്വം E.P. ജയരാജൻ ഉണ്ടായിരുന്നു. മറ്റുള്ള കാര്യത്തിൽ E.P. ജയരാജന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പം മറ്റുള്ള ആളുടെ ജീവിതത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. എന്നാൽ അതേ സമയത്തൊരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ കൊണ്ട് കഴിവുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് അയാൾ ഉൾക്കൊള്ളുന്ന ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ കീഴിൽ ഉദ്യോഗമൊന്നും സ്വീകരിക്കാൻ പാടുന്ന പറയുന്നതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ന്യായവുമില്ല, അതിലൊരു യാതൊരു യുക്തിയുമില്ല. അത് പിന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ആലോചിക്കണം. എന്നാൽ അല്ല, ഞാൻ പറഞ്ഞ അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞ വിധത്തിൽ എന്തെങ്കിലും ദുസ്വാധീനം എന്ന് പറയുമ്പോൾ ന്യായമായ സ്വാധീനമാവും, അല്ലാത്ത സുധാരൊക്കെ ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിൽ ഉദ്യോഗം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പാർട്ടി പരിശോധിക്കും സ്വാഭാവികമായിട്ട്. അതാണ് ചെയ്യേണ്ടത്. താങ്കൾ പറഞ്ഞു CPM-ന് നയപരമായ രീതിയിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, ഇത് വ്യക്തി തലത്തിൽ മാത്രം കണ്ടാൽ മതിയെന്ന്. താങ്കൾക്ക് ഓർമ്മയുണ്ടാവില്ല ശ്രീ MM ലോറൻസ്, ലോക്പാൽ ബിൽ ചർച്ചയുടെ കാലത്ത് സർവകക്ഷി യോഗത്തിൽ നൽകിയ കുറിപ്പ് 2011 ഓഗസ്റ്റ് 25-ന് CPM പരസ്യപ്പെടുത്തിയിരുന്നു. അതിൽ അഴിമതിയെ നിർവചിക്കുന്നുണ്ട്. സ്വകാര്യ ലാഭത്തിനായി അധികാര ദുർവിനിയോഗം നടത്തുന്നതിനെതിരെ മാത്രം അഴിമതിയായി കണ്ടാൽ പോരാ, സ്വജനപക്ഷപാതം, സ്വാധീനം ഉപയോഗിക്കൽ എന്നിവയുൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ അഴിമതിയുടെ പരിധിയിൽ വരും. അങ്ങനെ അഴിമതിയുടെ നിർവചനം വിശാലമാക്കണം. ഇതായിരുന്നു പാർട്ടി സ്വീകരിച്ച നയപരമായ നിലപാട്. അങ്ങനെയാണെങ്കിൽ ആ നയപരമായ നിലപാട് സാക്ഷാത്കരിക്കാൻ ചുമതലപ്പെട്ടവർ അതിൽ വീഴ്ച വരുത്തുമ്പോൾ പാർട്ടിയുടെ നിലപാടിൽ വീഴ്ച സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, നിങ്ങൾ പറയുന്നൊരു ന്യായമുണ്ട്. യുക്തിഭദ്രമായിട്ടൊരു വാദമാണ് നിങ്ങൾ ഉന്നയിച്ചതിന് കാര്യം ഞാൻ സമ്മതിക്കുന്നു. അത് തികച്ചും ശരിയാണ്. ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള വാദം തന്നെയാണ്. ആ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് അഴിമതിയായിട്ട് കണക്കാക്കപ്പെടണം എന്ന കാര്യം ന്യായമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ ബോധ്യം. താങ്കളെപ്പോലെ തന്നെ സമുന്നതനായ നേതാവാണ് ശ്രീ പാലുളി മുഹമ്മദ് കുട്ടി. അദ്ദേഹവും പറഞ്ഞു പരസ്യമായി തന്നെ,
ഇങ്ങനെ ഏതാനും ചില ആളുകളുടെ താല്പര്യങ്ങളുടെ പേരിൽ പാർട്ടി ഒന്നാകെ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ശ്രീ എം ലോറൻസ്, താങ്കൾ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. അതിനപ്പുറം പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിൽ ശ്രീ എം ലോറൻസിന് ആ നിലയ്ക്ക് ഔദ്യോഗികമായി സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഘട്ടമല്ല ഇപ്പോഴുള്ളത്. താങ്കളെപ്പോലെ പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നിങ്ങളെ സ്വാഭാവികമായി അലോസരപ്പെടുത്തുന്നുണ്ടാകുമല്ലോ. പുറത്തുനിന്ന് ഇങ്ങനെ സ്വയം അലോസരപ്പെട്ടുകൊണ്ടും സ്വയം പരിതപിച്ചുകൊണ്ടും കഴിയുക എന്നതിനപ്പുറത്തേക്ക് ഇതിനെ തിരുത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ പാർട്ടി? ഇല്ല, ഞാനത് കുറച്ച് ചില കാര്യങ്ങൾ, ചില ദൗർബല്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അന്യം നിന്ന് പോയിട്ടില്ല. ഇപ്പം ഞാൻ ക്ഷണിതാവാണെങ്കിലും എനിക്ക് പാർട്ടിക്കകത്ത് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ പറയാറുമുണ്ട്. വോട്ടവകാശമില്ല എന്നുള്ള വ്യത്യാസം മാത്രമാണ് അക്കാര്യത്തിലുള്ളത്. അതെനിക്ക് പറയാൻ അവകാശമുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അറിയിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്ന അഭിപ്രായമുണ്ട് താങ്കൾക്ക്? സർക്കാരിൻ്റെ പ്രതിച്ഛായയെ കുറിച്ച് ബാധിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ പ്രതിച്ഛായ ബാധിച്ചത് അതേപടി നിലനിൽക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം 4 മാസമേ ഉള്ളൂ. ഈ 4 മാസത്തിനകം ഈ ഒരു പ്രമാദം സംഭവിച്ചു എന്ന കാര്യം നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഇതേവരെ ചെയ്ത കാര്യങ്ങളുടെ നന്മയെല്ലാം ഇല്ലാതായി പോയെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇനി 4.5 കൊല്ലം ഇതിൽ കൂടുതൽ സമയമുണ്ട്. ഈ സമയത്ത് നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ പോകുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞത് ഇതിൽ തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി തിരുത്തണമെന്നതാണ്. മാതൃകാപരമായി തിരുത്തുക എന്നതുകൊണ്ട് ശ്രീ എം ലോറൻസിനെ പോലുള്ളവർ കരുതുക ഇ.പി. ജയരാജനെ പുറത്താക്കണം എന്ന് തന്നെയല്ലേ? അല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്, അവർ ചർച്ച ചെയ്യും. ഞാൻ സെക്രട്ടേറിയറ്റ് മെമ്പറല്ല, നിങ്ങൾ തന്നെ നേരത്തെ കൊണ്ട് കഴിഞ്ഞ പക്ഷേ എഴുതാവ് മാത്രമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. സംസ്ഥാന കമ്മിറ്റി പറയേണ്ട കാര്യം ഞാൻ പറയും. ഇപ്പോൾ കാലയെ കൂട്ടി എനിക്കുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ തൽക്കാലം ഞാൻ മുതിരില്ല. ശ്രീ എം ലോറൻസിന് ആ അർത്ഥത്തിൽ ആ നിലയ്ക്ക് ഒരു നിസ്സഹായതയുണ്ട്. ഇപ്പോൾ നിസ്സഹായത എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതികൾ, ആ പരിമിതികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്സഹായത എന്ന് വ്യാഖ്യാനിക്കാം. എനിക്ക് പരിമിതിയുണ്ട്. പാർട്ടിയിൽ ഞാൻ നിൽക്കുന്ന കാലത്തോളം ചില പരിമിതികളുണ്ടാവും, സ്വാഭാവികമാണ്. എന്തെന്ന് വെച്ചാൽ സംഘടനാ ചട്ടങ്ങളുണ്ട്. ആ സംഘടനാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സംഘടനാ ചട്ടങ്ങൾ പാലിക്കുമ്പോൾ ചില കാര്യങ്ങൾ ന്യായമായിട്ടും എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ടായാൽ പോലും അതിനുള്ള അവകാശം എനിക്ക് ഇല്ലാതാകുന്നുണ്ട്. അത് സംഘടനാതത്വം പാലിക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില ആളുകൾ സംഘടനാതത്വങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പരസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരാണെന്നാണെന്ന് ഞാൻ പറയാൻ പോകില്ല. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഉയർന്നു വരാൻ പാടുന്നില്ല. ഒരിക്കൽ തിരുത്തിയാൽ തന്നെ വീണ്ടും തിരുത്തിയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പാടുന്നില്ല. ആ പ്രത്യേക പ്രശ്നത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് ആവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ വേറെ കാര്യത്തിൽ ആവർത്തിപ്പെടുന്നു വരും. ആ സ്വഭാവം മുഴുവൻ മാറിയൊന്നും വരില്ല. അത്രയേ പറയാനുള്ളൂ. പാർട്ടിയെ പരസ്യമായി വിമർശിക്കുന്ന വി.എസിൻ്റെ രീതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നില്ല? ഇപ്പോൾ കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. വലിയ മാറ്റം എന്ന് വെച്ചാൽ കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വീണ്ടും ചിലപ്പോൾ ഡീവിയേഷൻ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം നാളെ എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവിടെ അത് തിരുത്തി. ഉടനെ രാവിലെ എന്ന് പറഞ്ഞു, വൈകുന്നേരം തിരുത്തി. അപ്പം മുൻപത് ചെയ്യില്ലല്ലോ. ഇപ്പം രാവിലെ പറഞ്ഞ് വൈകുന്നേരം തിരുത്തുന്നുണ്ടല്ലോ. അത് വലിയ മാറ്റമല്ലേ, ചെറിയ മാറ്റമാണോ? അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിന്നെ പൂർണ്ണമായും ആ രൂപത്തിൽ രാവിലെ ഒന്ന് പറയുകയും വൈകുന്നേരം തിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയില്ലാത്ത അവസ്ഥയിലേക്ക് കൂടി അത് വളരും, ശക്തി ആർജിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നു. ശ്രീ എം ലോറൻസ്, CPM എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ശക്തമായ സംഘടനാ സംവിധാനമാണ്. താങ്കളെപ്പോലൊരാൾ ഈ നിലയ്ക്ക് ഒരു മുതിർന്ന നേതാവ് കാര്യങ്ങൾ തുറന്നു പറയാൻ, അഭിപ്രായം പറയാൻ ധൈര്യം കാണിക്കും, തൻ്റെ ഇടം കാണിക്കുന്ന ഒരു വ്യക്തി പോലും പാർട്ടിയുടെ അച്ചടക്കം, അതിൻ്റെ ഡിസിപ്ലിൻ പാലിക്കാൻ ഇപ്പോഴും സന്നദ്ധനാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന വിവാദ നിയമനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പരാതി ഉണ്ടാകുന്നത് മൊറാഴ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ്. അത് ഉയർന്നു വരുന്നു. അതിൽ പല കാര്യങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇത്തരത്തിൽ കൊള്ളരുതായ്മകൾ സംബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് തന്നെ ഇതിനെതിരെ പരാതികൾ വരികയും അവർ തന്നെ വാർത്തകളുടെ സ്രോതസ്സുകളായി മാറുകയും ചെയ്യുന്ന പുതിയ സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. PK ശ്രീമതി പരസ്യമായി രംഗത്ത് വന്നു. 10 വർഷം മുൻപ് അവർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. കണ്ണൂരിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന, ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന
ആ കണ്ണൂർ സംവിധാനത്തിൽ, കണ്ണൂരിലെ പാർട്ടി സംവിധാനത്തിലെ ഐക്യം അതിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നല്ലേ ഇതെല്ലാം വ്യക്തമാക്കുന്നത്? വിള്ളൽ സംഭവിച്ചു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്നാൽ മുൻപ് പുറത്തേക്ക് വരാത്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായിത്തീർന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ വിള്ളൽ സംഭവിച്ചതായിട്ട് പറയുന്നത്. അത്രമാത്രമേ ഉള്ളൂ. അതിന് വിള്ളലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നല്ലൊരു വളർച്ചയല്ലേ. പാർട്ടി അണികളിൽ നിന്ന് വലിയൊരു നേതാവിനെ പറ്റി പോലും കാര്യങ്ങൾ പറയാൻ, ഉന്നയിക്കാൻ, വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്ന സ്ഥിതിയിലേക്ക് പാർട്ടി അണികൾ വളരുന്നു എന്നർത്ഥം, ശക്തി ആർജിക്കുന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. പണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു പ്രവണത ഇല്ലായിരുന്നു. നേതാക്കൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും PK ശ്രീമതി ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അതിന് അദ്ദേഹം മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഗുണകരമാണോ പാർട്ടിക്ക്? ശ്രീമതി പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പർ കൂടിയാണല്ലോ. അപ്പോൾ അത് അവർ കൈകാര്യം ചെയ്തോളൂ. ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടി അണികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ എത്ര ഉയർന്ന നേതാവാണെങ്കിൽ കൊള്ളാം, തിരുത്താൻ പറ്റുന്ന വിധത്തിൽ പറയാൻ ധൈര്യം കാണിക്കുന്നു. ധൈര്യം കാണിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പറയാൻ കഴിയില്ല, ഇത് ഇന്ന ആളാണ്. ഇന്ന് അങ്ങനെയല്ല. ചിലയാൾ മരിച്ചു കഴിയുമ്പോഴേ പറയുള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ പറയില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയും, അനുഭവത്തിലുണ്ടായിട്ടുമുണ്ട്. ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്ന ആളാണല്ലോ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഞാൻ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിവുണ്ടാവില്ല. എന്നെ തരം താഴ്ത്തുകയാണ് ചെയ്തത്. തരം താഴ്ത്തിയിട്ട് അന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാം, ആ ചർച്ച നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്നാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഇവിടെ നിന്നുള്ള സെക്രട്ടറി മെമ്പർമാരായിട്ടുള്ള ഞാനുണ്ട്, സുശീല ഗോപാലുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൃത്യം ഓർക്കുന്നില്ല, ഇവരൊക്കെ ഉണ്ട്, രവീന്ദ്രനാഥുണ്ട്. അപ്പോൾ എൻ്റെ പേരിൽ ഇങ്ങനെ നടപടിയാണ് ശുപാർശ ചെയ്തത്. ആ ശുപാർശ വന്നത് ഏത് വഴിക്കാണ്, ആരുടെ ശക്തി കൊണ്ടാണ്, സ്വാധീനം കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇതിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഏത് ഘടകം കൊടുക്കും? അപ്പോൾ മറ്റൊരു പ്രമുഖനായിട്ടുള്ള പേര് ഞാൻ പറയില്ല. ഇപ്പോൾ ഞാനത് കുറിച്ച് ഒരു ഘട്ടത്തിൽ ഞാൻ പറയും ഈ കാര്യങ്ങൾ, ഇപ്പോൾ പറയില്ല. അതിനുള്ള അവസരമായി കണ്ടുകൂടെ ഇതിനെ? അതിനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടുകൂടെ? ഇതിനെ കാണുന്നില്ല. എനിക്കല്ലാത്ത കുറേ അവസരമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നോട് തന്നെ പറയുന്നു. അല്ല, തൽക്കാലം പറയില്ല. പിന്നീട് നിങ്ങളോടും പറയാൻ പോലില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ എഴുതും. എപ്പോഴല്ല, ഇത് കഴിയും. എനിക്ക് പ്രായം കുറച്ച് അധികമായല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതും പറയേണ്ടി വന്നാൽ പറയും. അത് ഇരിക്കട്ടെ, അതൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒരു നേതാവ് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു പ്രമുഖനായിട്ട് നേതാവ് പറഞ്ഞത്, അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു പോക്കാണ്, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തില്ല. പിന്നീട് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ചില ആളുകളായിട്ട് കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞ അർത്ഥം. എന്നെ നടപടിയെടുക്കാൻ ഇടയാക്കി തീർത്തതിന് ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത് സമ്മർദ്ദം ചെലുത്തിയ ആളുകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ടാവാം, അതിന് സമയം വേണം എന്ന് കരുതിയിട്ടാവണം ആ നേതാവ് അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതാണ് എൻ്റെ തോന്നൽ. സംഭവിച്ചു വകയില്ലായിരുന്നു. പിന്നെ എന്നെ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എറണാകുളം ഏരിയ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു, ഞാൻ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിയിലേക്ക് വന്നത് കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആവാൻ വേണ്ടിയിട്ടോ MP ആവാൻ വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും ആവാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ഈ ആശയഗതിയിൽ, വിപ്ലവ നയത്തിൽ തികഞ്ഞ ദൃഢമായ അഭിപ്രായം, നിലപാടുണ്ടായത് കൊണ്ടാണ് ഞാൻ പാർട്ടിയായത്. അതായത് ഈ അധികാര സ്ഥാനങ്ങൾ മോഹിച്ച് വരുന്നവരുടെ എണ്ണം പാർട്ടിയിൽ ഇപ്പോൾ കൂടുന്നുണ്ടോ? ഉണ്ട്. അത് ചെറുപ്പം വരെ വരുന്നുണ്ട്. അല്ല, അവർ തമ്മിലുള്ള വടംവലി ഇപ്പോഴും നേതൃത്വത്തിൽ നടക്കും. അത് വരുമല്ലോ. ഞാൻ പറഞ്ഞത്, താഴെ തട്ടിലുള്ള ആളുകളുടെ ഇടയിൽ പോലും ഇതിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പറ്റുന്ന ആളുകളുമായി കൂട്ടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് പാർട്ടിയിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നേതൃത്വം അതൊക്കെ കണക്കാക്കിയിട്ട് തിരിച്ചു പോവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിവാദം തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള 4.5 വർഷക്കാലം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽകീർത്തി സമ്പാദിക്കാമെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ EP ജയരാജൻ പുറത്താക്കപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും
ഒരു വിജിലൻസ് അന്വേഷണം നടക്കാൻ പോകുന്നു. വിജിലൻസിന് പ്രഥമ ദൃഷ്ട്യാ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിന് സംഭവിച്ചതിൻ്റെ തുടർച്ച ഈ സർക്കാരിനും സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ല, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന ഈഫാണല്ലോ, അതിന് മറുപടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാശ്രയ വിഷയത്തിൽ സഭാ നടപടികൾ സ്തംഭിക്കാനിടയായ സാഹചര്യം ഓർമ്മയുണ്ടല്ലോ താങ്കൾക്ക്? അവിടെ പ്രതിപക്ഷം അതുവരെ ആഭ്യന്തരമായി പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിരുന്ന പ്രതിപക്ഷം ഐക്യത്തോടുകൂടി ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. അത് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല CPMൻ്റെ നേതാവ് എടുത്ത ഒരു സ്ട്രാറ്റജിയിൽ വന്ന പിഴവല്ലേ പ്രതിപക്ഷത്തിന് കരുത്ത് പകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളായി പോയത്? അങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? അങ്ങനെ ഞാൻ വിലയിരുത്തിയിട്ടില്ല, ഇപ്പോഴും വിലയിരുത്തുന്നില്ല. ആ കാര്യത്തെപ്പറ്റി കുറേ കൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഇപ്പോൾ അതിൻ്റെ അറിവിലേക്ക് വന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ല യഥാർത്ഥത്തിൽ. അവർ പ്രതിപക്ഷത്തിലെ ആ യോജിപ്പ് വന്നത് ഈ വിഷയത്തിൽ ഒന്ന് പിടിച്ച് കുലുക്കുക മാത്രമല്ല, കുലുക്കത് താഴ്ത്ത് വീഴ്ത്താം എന്ന് വരെ അവർ ചിന്തിച്ച് കാണണം. അത് കണ്ടുകൊണ്ടാണ് ആ യോജിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ആ യോജിപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടോ യോജിപ്പ്? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ യോജിപ്പ് പ്രകടിപ്പിക്കും. അത് താൽക്കാലികം മാത്രമായിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അതിന് കാരണം അധികാരം പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നവരുടെ കൂട്ടുകെട്ടാണ്. അധികാരം ആ രൂപത്തിലുള്ള കൂട്ടുകെട്ടായിട്ട് LDF മാറിയാൽ, മാറാൻ പാടില്ല, മനുഷ്യൻ്റെ സംഘടനയല്ലോ, മാറിയാൽ അവർക്ക് സംഭവിച്ചതുപോലുള്ള അധപ്പതനം ഇപ്പുറത്തും വരാൻ ഇടയുണ്ട്. അത് ആവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്ന് മാത്രമേ ഇതൊക്കെ വലിയൊരു പാഠമായി മാറുന്നുണ്ട്. കണ്ണൂരിൽ ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 7 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഉണ്ടായത്. പിണറായി വിജയൻ CPMൻ്റെ മുതിർന്ന നേതാവ് എന്ന നിലയിലല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടായാൽ പോരാ, അപ്പോൾ അത് സമാധാനമാകില്ല എന്നതാണ്. മുഖ്യമന്ത്രി നിലയിൽ പറയേണ്ട കാര്യങ്ങളാണോ അത്? കേരളത്തിൽ ഇപ്പോൾ 2 ദിവസം മുൻപ് BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട സാഹചര്യം, അതിനു മുൻപ് CPM പ്രവർത്തകൻ മരിക്കാനിടയായ സാഹചര്യം, ഇതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നിലയിൽ ശ്രീ പിണറായി വിജയൻ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ? അദ്ദേഹം ഈ കാര്യത്തിൽ ഏത് തരം നിലപാടെടുക്കണമെന്നാണ് ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ താങ്കൾ? ഇല്ല, അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പറയില്ല. ആ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാണെങ്കിൽ ഞാൻ പാർട്ടിക്കകത്തേ പറയും. ഇതുവരെ എടുത്ത നിലപാടിൽ ഒരു വിയോജിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വിയോജിക്കുന്നില്ല. ഇല്ലെന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നല്ല നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പാർട്ടിയിൽ അത് പറയും, ഉന്നയിക്കും. ഈ അഭിമുഖത്തിൽ ഞാൻ മനസ്സിലാക്കിയ ശ്രീ MM ലോറൻസ് എന്ന് പറയുന്ന CPMൻ്റെ മുതിർന്ന നേതാവിന് പല അനിഷ്ടമായ അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. അതെല്ലാം തുറന്നു പറയാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ ഇപ്പോൾ താങ്കൾക്കുള്ള പരിമിതി ഈ പാർട്ടി ചട്ടക്കൂടാണ്. അതിന് പുറത്തേക്ക് എഴുത്തിലൂടെ അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവത്തെ പറ്റി പറഞ്ഞതല്ല, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ കാര്യം ഞാൻ പറയേണ്ടായത്. പിന്നെ ഈ എന്തൊക്കെ കുറേ ഉള്ളിലുണ്ട്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കെട്ടിക്കിടക്കും. എല്ലാം എപ്പോഴും പുറത്തേക്ക് വന്നു വരില്ല, ഒരു സന്ദർഭം കിട്ടുമ്പോഴേ പറയുള്ളൂ. അത് നിങ്ങളായാലും ഞാനായാലും എല്ലാവരും അങ്ങനെയാണ്. എല്ലാ ചിന്തിക്കുന്ന മനുഷ്യനും ആ രൂപത്തിലേ പോവുള്ളൂ. താങ്കളുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള സന്ദർഭം എനിക്കുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു വെരി മച്ച്.